ധനുഷ് പീസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന നവംബർ 15 നടന്ന ശനിയാഴ്ച നടന്ന എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ഫസ്റ്റ് പേപ്പർ കോഡ് 149/2025 ആണ്. എക്സാം എന്ന് പറയുമ്പോൾ അത് ലിഫ്റ്റ് ഓപ്പറേറ്റർ, മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ, സെയിൽസ്മാൻ, കോർപ്പറേറ്റ് തസ്തികയിലേക്ക് നടന്ന എക്സാം ആയിരുന്നു. അതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. കഴിഞ്ഞ വർഷം 2024 വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതിൻ്റെ പ്രകാരം ഇപ്പോൾ എക്സാം നടന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമുക്ക് നോക്കാം. കൂടാതെ തന്നെ ഇനി വരാൻ പോകുന്ന LGS കമ്പനി ബോർഡ് LGS എക്സാം അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു മാതൃകയാക്കിയും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റും. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റും. അതിൻ്റെ പാറ്റേൺ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് പേപ്പർ കോഡ് 149/2025 ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ളതിൽ പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തതും മൂന്നാമത്തതും പ്രസ്താവനകൾ ശരിയാണ്. ഒന്നെന്ന് പറയുമ്പോഴത് മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. മൂന്നാമത്തത് ബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. ഒന്നും മൂന്നും ശരിയാണ്. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ യുദ്ധം, തൃപ്പടിദാർ എന്നിവയുണ്ട്. അതിന്റെ ശരിയായ കാലഗണനാക്രമം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആൻസർ ആണ്. 2, 1, 3 ആയിരുന്നു ആൻസർ വരിക. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശരിയായ ജോഡി ഏത് മാത്രമേ ഉള്ളൂ? രണ്ടാമത്തത് മാത്രമേ ഉള്ളൂ. ശരിയായ ജോഡി രണ്ടാമത്തത് മാത്രമേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വരുന്നത്, ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരമോ ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? നിസ്സഹകരണ സമരം ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? ചൗരി ചൗര, ഈൽബർട്ട് ബിൽ വിവാദം, വെയിൽസ് രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനം, ഖിലാഫത്ത് പ്രസ്ഥാനം. ഇതിൽ നിസ്സഹകരണ പ്രസ്ഥാനമോ ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈൽബർട്ട് ബിൽ വിവാദം. ഈൽബർട്ട് ബിൽ വിവാദം. നെക്സ്റ്റ് വരുന്നത്, വൈക്കം സത്യാഗ്രഹമോ ബന്ധപ്പെട്ടിട്ട് ചുവടെ തന്നിട്ടുള്ളവയിൽ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4 പ്രസ്താവന ശരിയാണ്. അത് മാത്രം നമുക്ക് നോക്കാം. രണ്ടാമത്തതും മൂന്നാമത്തതും 4ഉം ശരിയാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. മണ്ണത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. EV രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. ഈ 3 പോയിന്റ് ആൻസർ ഓപ്ഷൻ ബി. 5ന്റെ ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. നെക്സ്റ്റ്, ഉത്തരധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഗ്രീൻലാൻഡ് ആണ്. ഓപ്ഷൻ എ, ഗ്രീൻലാൻഡ് ആണ് ആൻസർ. ഗ്രീൻലാൻഡ് ആണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത്, വിവിധ തരം മഴകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞ് പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. 2 എന്ന് പറയുന്നത്, വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. ഇത് 2ഉമാണ് ആൻസർ. വിവിധതരം മഴകളെ കുറിച്ചുള്ള പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആൻസർ. നെക്സ്റ്റ് വരുന്നത്, ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്ര ജലപ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിച്ച് കൊടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് അഗുൽഹാസ് പ്രവാഹം സി, ഇന്ത്യൻ മഹാസമുദ്രം. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രം.
കുറോഷ്യോ പ്രവാഹം പസഫിക് സമുദ്രമാണ്. കുറോഷ്യോ പ്രവാഹം പസഫിക് സമുദ്രമാണ്. ലാബ്രഡോർ പ്രവാഹം എന്ന് പറയുമ്പോൾ അത് അറ്റ്ലാന്റിക് ആണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് ആണ്. ഹംബോൾട്ട് എന്ന് പറയുമ്പോൾ അത് ആർട്ടിക് ആണ്. ഹംബോൾട്ട് ആർട്ടിക് ആണ്. നെക്സ്റ്റ്, പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് ശരി. അതായത് പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കുകയാണ് 1, 3. ഓപ്ഷൻ സി ആൻസർ. ഓക്കെ, അത് പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ചിട്ട് ഉയരം കൂടി തുടർച്ചയായതുമാണ്. നെക്സ്റ്റ്, മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. കുറച്ച് 10th ലെവൽ കുറച്ച് കട്ടിക്ക് വരുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ്, വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രസ്താവന ഒന്ന് വായിക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാൻഡിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. ഇതിന് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 3 ശരിയാണ്. ഇത് 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? പ്രസ്താവന വായിക്കാം. ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ളൊരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. ഈ ദൗത്യത്തിന് GSLV Mk3 എന്ന വിക്ഷേപണ വാഹനമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻസർ ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ്. അതായത് 1, 2 മാത്രമാണ് ശരി. ആൻസർ ഓപ്ഷൻ ബി. 1, 2 മാത്രമാണ് ശരി. ഓക്കെ, ഇത് സംയുക്തമാണ്. GSLV Mk3 എന്ന വിക്ഷേപണ വാഹനം കൂടി ഓർത്തിരിക്കുക. നൈസർ എന്ന് പറയുമ്പോൾ GSLV Mk3 എന്ന വിക്ഷേപണ വാഹനം കൂടി നമുക്ക് ഓർത്തു വയ്ക്കാം. ആൻസർ ഓപ്ഷൻ ബി. 12ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയ. മൊണ്ടേക് സിംഗ് അലുവാലിയ. നെക്സ്റ്റ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമുദ്രത്തിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ. 1, 2 ശരിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമുദ്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ധ്യാനപുര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശമാണ് ഉത്തര മഹാസമുദ്രം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. പരുത്തിത്തുണി വ്യവസായം. പരുത്തിത്തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. സാധാരണയായി ബാങ്കുകാർ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? സാധാരണയായി ബാങ്കുകാർ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? ആൻസർ പ്രചലിത നിക്ഷേപം. പ്രചലിത നിക്ഷേപം ഉള്ളവർക്കാണ് ബാങ്കുകാർ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി. ഇവിടെ 1, 2, 3 ശരി. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരി. 1, 2, 3 നമുക്ക് നോക്കാം. പ്രൈമറി, സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. ഇത് 3 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ. അടുത്തത്, 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ഏതൊക്കെയാണ്? 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ഏതൊക്കെയാണ്? ബെൻ എസ് ബർണാങ്ക്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ്
ഡിപ്വിക് ആണ്. ബെന്നസ് ബെർണാങ്ക്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിപ്വിക് എന്നിവരാണ് 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ. അടുത്തത്, മേക്ക് ഇൻ ഇന്ത്യ സംരംഭവും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. അതായത് 2014 ഭാരത സർക്കാർ തുടങ്ങിയൊരു സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തത്, ദേശീയ സ്ഥാപനങ്ങളുടെ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഉദ്ദേശം. അപ്പോൾ 2014 ഭാരത സർക്കാർ തുടങ്ങിയ സംരംഭമാണ് ദേശീയ സ്ഥാപനങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക അല്ലെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഉദ്ദേശം. നെക്സ്റ്റ് വൺ, 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരൊക്കെയാണ്? ആൻസർ ജഗദാംബിക പാൽ. JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ. ജഗദാംബിക പാൽ ആണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPCയുടെ ചെയർമാൻ. ജഗദാംബിക പാൽ, JPC. നെക്സ്റ്റ്, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? വനിതകൾക്ക് 33% സംവരണം കൊടുക്കുന്ന നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ 106 ഭരണഘടനാ ഭേദഗതി. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 106 ഭരണഘടനാ ഭേദഗതി. 106 ഭരണഘടനാ ഭേദഗതി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അതായത് ജന്മസിദ്ധമായ പൗരത്വം, പിന്നെ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം, ഇത് മൂന്നും ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരത്വം ആർജിക്കുവാനുള്ള മാർഗങ്ങൾ ആകുന്നു. ജന്മസിദ്ധ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വരുന്നത്, നിർദ്ദേശതത്വങ്ങളോ ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക. തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. യൂണിയൻ ലിസ്റ്റും സംസ്ഥാന ലിസ്റ്റും കൺട്രോൾ ലിസ്റ്റും ഉണ്ട്. അതിൽ ഏതൊക്കെയാണെന്നുള്ളത് കോളം എ അങ്ങനെ ശരിയെന്നുള്ളതാണ് നോക്കുക. ശരിയായത് നോക്കുക. ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഇവയെല്ലാം ശരിയെന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം ശരിയാണ്. യൂണിയൻ ലിസ്റ്റ് വരുന്നത് പ്രതിരോധവും ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി. ഒന്നുകൂടി വായിക്കാം. യൂണിയൻ ലിസ്റ്റ് വരുന്നത് പ്രതിരോധം, ആണവോർജം, തുറമുഖം, ആദായ നികുതി. സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെന്റുകൾ, ജയിൽ എന്നിവയാണ്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹം, വിവാഹമോചനം, മായം ചേർക്കൽ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ശരിക്കും നമ്മുടെ ടെക്സ്റ്റും ട്രാഗ്രഫിയിലൊക്കെ നന്നായിട്ട് കിടപ്പുള്ളത് നമുക്ക് എഴുതുമ്പോൾ അപ്പോൾ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് കൊടുത്തേക്കുന്ന എല്ലാ 3 കോളങ്ങളിലും കൊടുത്തേക്കുന്നതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ സി, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ഏത്? ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സമിതിക്കുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഭരണഘടനാ നിർമ്മാണ സമിതി. ഓക്കെ, അപ്പോൾ 2ഉം 4ഉം ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തത്, ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 4, 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. അപ്പോൾ 2ഉം 4ഉം ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. കുറച്ച് കട്ടിയുണ്ടോ എന്നൊരു സംശയമില്ല. നെക്സ്റ്റ്, ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്?
ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അനന്യം പദ്ധതി. അനന്യം പദ്ധതി, അനന്യം പദ്ധതി. കേരളത്തിൽ GSDP-യിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? GSDP-യിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? തൃതീയ മേഖലയാണ്. തൃതീയ മേഖലയാണ്. ഓക്കെ. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 2, 3, 4 ശരിയാണ്. തണ്ണീർത്തടം. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവരാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ. അടുത്തത്, കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഉൾപ്പെടാത്തത് അല്ലേ? ഇപ്പോൾ കേരള കാർഷിക ബില്ല് ബന്ധപ്പെട്ട കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെട്ട് നമുക്ക് നോക്കിയേക്കാം. കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, പാട്ടവ്യവസ്ഥകൾ റദ്ദാക്കുക, ജന്മിത്തം അവസാനിപ്പിക്കുക. അത് മൂന്നുമാണ് കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ബന്ധപ്പെട്ട്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കേരളത്തിലെ ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ. നെക്സ്റ്റ്, കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആരാണ്? റവാഡ എ ചന്ദ്രശേഖർ. നെക്സ്റ്റ്, ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപ്പൻറ്റൈൻ, ജെന്നിഫർ എഡൌട്ട്ന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്, CRISPR-Cas9. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് അല്ലേ? ഈ വാക്കാണ് റെസിസ്റ്റന്റ്, പ്രതിരോധം എന്നുള്ള വാക്ക് റെസിസ്റ്റന്റ്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ആൻസർ സൂപ്പർ ബഗുകൾ. ഈസിയായി ചോദിക്കാൻ അവർക്ക് വയ്യ, അത്ര പ്രയാസപ്പെട്ടില്ല. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ, സൂപ്പർ ബഗ്, എണ്ണ ബാക്ടീരിയ, എണ്ണ കഴിക്കുന്ന ബാക്ടീരിയ അതുപോലെയുള്ളതാണ്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നു. നെക്സ്റ്റ്, കണ്ണുകളെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേര്? കണ്ണുകളെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേര് എന്താണ്? ആൻസർ ലൈസോസ് അല്ലേ? അല്ലെ നമ്മൾ സിമ്പിളായി എങ്ങനെ ചോദിക്കാൻ പറ്റും? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ് അല്ലേ? സിമ്പിൾ അതാണ്. പക്ഷെ നമ്മൾ ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ്? കണ്ണുകളെ അണുബാധയിൽ നിന്നും സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? ലൈസോസൈം. ഓക്കെ. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ചിന്തിക്കണം അവിടെ. നോസിപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടത്? നോസിപ്ഷൻ നോസാണോ? നോസിപ്ഷൻ അല്ലേ? നോസിപ്ഷൻ ആയിരിക്കണം. നോസിപ്ഷൻ എന്ന പ്രവർത്തനം, മൂക്ക് എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ വേദന അല്ലേ? അപ്പോൾ അതുമല്ല, PNS ആയിരിക്കും. അപ്പോൾ അതാണ് വരുന്നത്, PN ആയിരിക്കും നോസിപ്ഷൻ. ഓക്കെ. വേദന
വേദനയാണ് നോസിപ്ഷൻ എന്ന പ്രവർത്തനം. 37 ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ്. സിമ്പിളായി തോന്നുന്നു. തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? ഏതാണത്? യുറാസിൽ അല്ലേ? യുറാസിൽ നൈട്രജൻ ബേസുകൾ നിങ്ങൾക്ക് അറിയാം. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ അല്ലേ? അവിടെ ഇത് DNA-യുടെയാണ്. അപ്പോൾ എഴുതി അഡിനിനും തൈമിനും സൈറ്റോസിനും ഗ്വാനിനുമാണ്. ആ പെയറിങ് ഇങ്ങനെ ATയും CGയും വരിക. RNA അവിടെയാണ് ഈ Tക്ക് പകരം അവിടെ യുറാസിൽ വരിക. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇവിടെ DNA ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിൽ. ഓപ്ഷൻ എ ആൻസർ. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ സെപ്റ്റംബർ 29. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. അനേറോബിക് ശ്വസനം നടക്കുന്നത് ഏതിലാണ്? അനേറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ ആണ്? ആൻസർ ബാക്ടീരിയകളിലാണ്. ബാക്ടീരിയയിലാണ് അനേറോബിക് ശ്വസനം നടക്കുക. RBCയിലെ വർണ്ണകം ഏതാണ്? RBCയിലെ വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ അല്ലേ? RBC എന്ന് പറയുമ്പോൾ റെഡ് ബ്ലഡ് കോർപ്പസൽസ്. റെഡ് ബ്ലഡ് കോർപ്പസൽസ് അല്ലേ? അതാണ് RBC. അതിൻ്റെ ഫുൾ ഇതിൽ എക്സ്പാൻഡേഷൻ ഇതാണ്. റെഡ് ബ്ലഡ് കോർപ്പസൽസ് ആണ് RBC. അതിലെ വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. അതിൻ്റെ ഷോർട്ട് ഫോം HB ഒക്കെ അറിയാമെന്നല്ലേ? ചുവന്ന രക്താണുക്കൾ. ഇനി അടുത്തത്, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 6 ഫോക്കസ് ദൂരം F ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ് ഏത്? F = R/2. F = R/2. ഇനി കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിൻ്റെ സ്ഥാനാന്തരം എത്ര ആയിരിക്കും? ആൻസർ 0 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ 0 ആയിരിക്കും. മനുഷ്യന് ശ്രവണ സാധ്യമായ ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്നവയിൽ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. മനുഷ്യന് ശ്രവണ സാധ്യമായ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആകുന്നു. ചന്ദ്രയാൻ 3-ൽ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ശിവശക്തി. അപാർ ഐഡിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ആൻസർ ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻറ്റ് ID. ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻറ്റ് ID അല്ലേ? അത് ഈ KV പഠിക്കില്ല, കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അത് അപാർ ID ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ള പദാർത്ഥമാണ് വജ്രം. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ വാതകങ്ങൾ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം, അതായത് ഹീലിയം ആൻഡ് നിയോൺ ആണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഹീലിയം ആൻഡ് നിയോൺ ആണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഹീലിയവും നിയോണുമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഹീലിയവും നിയോണുമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7-നേക്കാൾ കൂടുതലായിരിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ബാക്കി ഞാൻ നോക്കട്ടെ ഒന്ന്. കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. ഇത് 3ഉം ശരിയാണ്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം അല്ലെങ്കിൽ വാതകങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡുമാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ. സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഡൈ ഓക്സൈഡും അമ്ലമഴയ്ക്ക് കാരണമാകുന്നവയാണ്. സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായത്. അതുകൊണ്ട് നമുക്കത് മാത്രം വായിക്കാം. 1 അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. 2 സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഓസോണിനെ കുറിച്ചില്ല. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. നെക്സ്റ്റ് വൺ, കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? ആൻസർ എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം. അടുത്തത്, ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? നീലക്കുയിൽ. നീലക്കുയിലാണ് ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം. നെക്സ്റ്റ് വൺ, വരിക വരിക സഹചരേ സഹന സമരമാം എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി അല്ലേ, പയ്യന്നൂർ സത്യാഗ്രഹം. നമ്മളോർക്ക് ആംശം നാരായണപിള്ളി എന്നുള്ള ആൻസറിലേക്ക് വരും, പക്ഷെ അവിടെ ഇല്ല. ഏത് സമരമാണ്? പയ്യന്നൂർ സത്യാഗ്രഹവുമാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ കുച്ചിപ്പുടി. കുച്ചിപ്പുടിയാണ് ജനിച്ച ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ലാസിക്കൽ നൃത്തം. MD വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഭീമസേനൻ. നെക്സ്റ്റ് വൺ, 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യയിലാണ്. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏതു കായിക ഇനവും ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ്. സാധനങ്ങളിലെ ദ്വിമാന കോഡിന്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? സാധനങ്ങളിലെ ദ്വിമാന കോഡിന്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? MICR എന്നാണ്. MICR. ഓക്കെ, QR കോഡ് റീഡർ. 59ന്റെ ആൻസർ ഓപ്ഷൻ ബി MICR അല്ലേ, QR കോഡ് റീഡർ എന്നാണ് നമ്മുടെ മനസ്സിൽ വരിക. ഇൻപുട്ട് ഉപകരണം നമ്മൾ QR കോഡ് കുറിച്ചാണ് എല്ലാം വാങ്ങിക്കുക. QR കോഡ് റീഡർ ആണ് കേട്ടോ. QR കോഡ് റീഡർ. നെക്സ്റ്റ്, ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം ഡാഷ് ആണ്. ഓപ്ഷൻ ഡി ആൻസർ മോസില്ല ഫയർഫോക്സ്. ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ഹബ് എന്ന നെറ്റ്വർക്ക് ഉപകരണമാണ് അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നത്. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകവും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗ്. ആൻസർ ഓപ്ഷൻ സി MRQUE എന്നാണ് ടാഗിന്റെ പേര്. ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. നെക്സ്റ്റ്, കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? ആൻസർ കണ്ണാടി പായ. കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ് കണ്ണാടി പായ. നെക്സ്റ്റ്, പോക്സോ കേസ് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻസ് ബി ആൻഡ് സി ശരിയാണ്. അതായത് മജിസ്ട്രേറ്റിനും അല്ലെങ്കിൽ ഇവർക്കെല്ലാം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ആൻഡ് ലോക്കൽ പോലീസ്. നമ്മൾ ആ പോക്സോ കേസ് വന്ന് നമ്മൾ ആദ്യം ചെയ്യുന്ന അങ്ങോട്ടായിരിക്കണം. ലോക്കൽ പോലീസാണ് അവിടെ കേസെടുക്കുക. ദെൻ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അത് കേസെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ
ലോക്കൽ പോലീസ് ആൻഡ് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്. നമ്മുടെ ആൻസർ നമുക്ക് എന്ത് വെക്കണം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, വിവാഹിതരായ ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു വകുപ്പ് സ്ത്രീകളോട് വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ വി യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് ആ വകുപ്പ്? ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ 497. സെക്ഷൻ 497. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിന് എതിരെയുള്ള നിയമമാണ്? അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 89 നമുക്കറിയാവുന്നതാണ്. പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 89 അത് ഏത് ആർട്ടിക്കിളാണ്? ആൻസർ ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 17, അൺടച്ചബിലിറ്റി. നെക്സ്റ്റ്, വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 10. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, നമ്മൾ സിമ്പിളായ ആൻസേഴ്സാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ, ഇല്ല? ശരിയല്ലേ? നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെന്റ് പിന്തുണയോടുകൂടി OTT പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെന്റ് പിന്തുണയോടുകൂടിയുള്ള OTT പ്ലാറ്റ്ഫോം, അതിന്റെ പേരെന്താണ്? ആൻസർ സി സ്പേസ് എന്നാണ് എൻ്റെ പേര്. സി സ്പേസ് എന്നാണ് ആ OTTയുടെ പേര്. നെക്സ്റ്റ്, പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി ആയിരിക്കുന്നത്? അതായത് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷനാണ്. പോക്സോ ആക്ട് 2012 പ്രകാരം ആ നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷനാണ് അധികാരമുള്ളത്. നെക്സ്റ്റ്, ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ്, ഒരു ക്ലോക്കിൽ സമയം 10:10 കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി, 115 ഡിഗ്രി. നെക്സ്റ്റ്, ഒറ്റയാനെ കണ്ടെത്തുക 72. ആൻസർ ഓപ്ഷൻ ഡി. ഒരു ജോലി പൂർത്തിയാക്കാൻ എക്ക് 40 ദിവസം വേണം. അതേ ജോലി എയും ബിയും ഒരുമിച്ച് ചെയ്ത് തീർക്കുവാൻ 8 ദിവസം മതി. എങ്കിൽ ആ ജോലി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്നതിന് ബിക്ക് എത്ര ദിവസം വേണം? ഓപ്ഷൻ എ, ആൻസർ 10 ദിവസം. R = 9, N = 13. ബസ് എന്ന് പറയുമ്പോൾ 39 ആയാൽ PSC എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ആൻസർ 43. ഓപ്ഷൻ സി ആൻസർ. ഒരു 9 സംഖ്യകളുടെ ശരാശരി 50 ആണ്. ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 49ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 52ഉമായാൽ അഞ്ചാമത്തെ സംഖ്യ എത്രയാണ്? 46. ആൻസർ ഓപ്ഷൻ സി. 14:9 26 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 15. 2 സംഖ്യകളുടെ അംശബന്ധം 4:5ഉം അവയുടെ ലസാഗു 140ഉമായാൽ വലിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 35. വില കാണുക എന്നുള്ളതാണ്. 1.1/3 മൈനസ് 0.9/3 മൈനസ് 0.2/3 എത്രയായിരിക്കും? എൻ്റെ ക്യൂബുകളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, 3813-253 എന്ന സമാന്തര ശ്രേണിയുടെ അവസാനത്തെ അക്കത്തിൽ നിന്ന് പിന്നിലേക്ക് 20ാമത്തെ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 158. എയുടെ 50%, ബിയുടെ 30% തുല്യമായാൽ എയും ബി എന്നിവ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3.3:5 എന്ന് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. ജസ്റ്റ് ഫോർഗെറ്റ് ടു ബ്രിങ് ദ ബുക്ക്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്.
ആൻസർ ഓപ്ഷൻ ബി ഇൻ്റർജങ്ഷൻ. ഓ എന്നതിൻ്റെ എന്താണെന്ന് ചോദിച്ചേക്കുന്നത് ഇൻ്റർജങ്ഷൻ ആണ്. ചൂസ് ദ കറക്റ്റ് പെയർ ഓഫ് ദി പ്രൊപ്പോസിഷൻസ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. The documentary will be screened dash the conference hall dash the second floor tomorrow. അതിൻ്റെ ആൻസർ 82A ആണ്. അതായത് the documentary will be screened in the conference hall on the second floor tomorrow. Use the correct tense from the complete the given sentence. The dash the club a year ago. കറക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ജോയിൻഡ്. ദേ ജോയിൻഡ് ദ ക്ലബ് എ ഇയർ അഗോ. ദേ ജോയിൻഡ് ദ ക്ലബ് എ ഇയർ അഗോ. നെക്സ്റ്റ്, fill in the blank with using the correct word to complete the idiom. ആൻസർ ഓപ്ഷൻ ഡി ബ്ലൂ ആണ്, a blot from the blue. Convert the following sentences from active voice into passive voice form and choose the correct answer. Answer option B, he was selected by them. Option B, he was selected by them. Next വരുന്നത്, find the incorrectly spelled word from the options given below. Incorrectly spelled word ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. So SUCO ആണ് incorrect spelling word. Next, find out the idiom which means decide or agree to stop doing something. മീനിങ് എന്താണ്? 87ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് കോൾ ഇറ്റ് എ ഡേ. കോൾ ഇറ്റ് എ ഡേ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സിനോണിം ഫോർ ദി വേർഡ് assuage? Not a synonym for the word assuage. Answer option D, aggravate. Next, dash is an example for an onomatopoeic word. Onomatopoeic word ഏതാണ്? എക്സാമ്പിൾ onomatopoeic word. 89 ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്പ്ലാഷ്. സ്പ്ലാഷ് എന്ന് പറയുന്നത് onomatopoeic word ആണ്. Choose the correct conditional clause to complete the sentence. Answer option A ആണ്, if they had played the well. അല്ലേ? If they had played well, they would have won the match. If they had played well, they would have won the match. അടുത്തത് മലയാളം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്ക് എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, ശ്രേഷ്ഠം ശരിയായ വാക്ക്. മയിൽ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കീരം. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി, നവനീതം പ്രാവാണ് തെറ്റായ അർത്ഥം. ഭ്രമരം വണ്ട് നമുക്കറിയാം, പരഭൃതം കുയില്, വളരുന്നത് താമരയൊക്കെ ശരിയാണ്. തെറ്റായ ആൻസർ ഓപ്ഷൻ ബി, നവനീതം പ്രാവ്. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ എങ്ങനെയിരിക്കും? ആൻസർ ഓപ്ഷൻ ബി, ജഗത് പ്ലസ് നാഥനാണ്. ജഗത് പ്ലസ് നാഥൻ, ജഗന്നാഥൻ. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ആൻസർ ശതകം ചൊല്ലിക്കുക. കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ശതകം ചൊല്ലിക്കുക. ഓപ്ഷൻ എ. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ ആരാണ്? നയായികൻ. നയ്യായികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ. ഇതെനിക്ക് ചോദിച്ചാൽ എഴുതത്തില്ലായിരുന്നു, എനിക്കറിയില്ലത്. നയ്യായികനാണ് ന്യായശാസ്ത്രം പഠിച്ചവൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്ത് എഴുതിയാൽ എങ്ങനെ ഇരിക്കും? നൃപ പ്ലസ് ഇന്ദ്രൻ എങ്ങനെ ഇരിക്കും? അത് നൃപേന്ദ്രൻ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ആൻസർ യവനൻ, യവനി. അധോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? അധോമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്മുഖൻ. അധോമുഖത്തിൻ്റെ വിപരീത പദം എഴുതാം ഉന്മുഖൻ. അധോമുഖൻ വിപരീത പദം അധോമുഖൻ, ഉന്മുഖൻ വിപരീത പദം. അല്ലേ? തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. റോഡിൽ കാണുന്ന സീബ്ര വരകൾ. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇല്ലേ, ഇത് എത്ര പ്രയാസമാണോ ഇല്ലയോ എന്ന് LDC ലെവൽ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കമൻറ്റ് മീ, സബ്സ്ക്രൈബ് മീ. താങ്ക് യു.